വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. സംസ്കാരം അല്പസമയത്തിനോടകം ഉണ്ടാകും. ഇന്നലെ ഇത്തരത്തിൽ അതീവ ദാരുണമായ സംഭവം ഉണ്ടായത് പഞ്ചാരക്കൊല്ലിയിലാണ്. രാധയെ കടുവ ആക്രമിച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. രാധയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. ഇന്നലെയാണ് രാധയെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. രതീഷ് വാസ്തവൻ, രതീഷ്, മൃതദേഹം വീട്ടിലെത്തിച്ചു എന്ന് മനസ്സിലാകുന്നു. എപ്പോഴാണ് സംസ്കാരം? അതിര ഇന്ന് രാവിലെ അല്പം മുമ്പാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രി തന്നെ അവിടെ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് രാവിലെ ബന്ധുക്കൾക്ക് കൈമാറിയത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിലെത്തിച്ചിട്ടുള്ളത്. മൃതദേഹം അവരുടെ മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി വീടിന്റെ മുറ്റത്ത് തയ്യാറാക്കിയ ഇടത്ത് ഒരുക്കുകയാണ്. ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടക്കുക. ഇവരുടെ മതപരമായ ഗോത്ര ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഈ വീടിന് അടുത്ത് തന്നെയുള്ള വീടിന് പുറകുവശത്തുള്ള പ്രത്യേക സംസ്കാരത്തിന് തയ്യാറാക്കിയ അതിൻ്റെ മറ്റ് ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. സംസ്കാരത്തിന് മറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇവിടുത്തെ മതപരമായ ചടങ്ങുകൾക്ക് ശേഷം ആയിരിക്കും സംസ്കാരം നടക്കുക. ഇപ്പോൾ പ്രദേശവാസികളായ ആളുകൾ, ഇവിടെ ഈ നാട്ടുകാർ മുഴുവൻ, പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ഭാഗത്തുള്ള മുഴുവൻ ആളുകളും, വിദൂര ദേശങ്ങളിലുള്ള ആളുകൾ പോലും, ഈ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രി OR കൊള്ളൂർ രാവിലെ തന്നെ വീട്ടിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഇപ്പോൾ ഇവിടെയുണ്ട്. ഏറ്റവും സങ്കടകരമായ ഒരു മുഹൂർത്തമാണ്. കാരണം ഇന്നലെ രാവിലെ കൂലിപ്പണിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ രാധ പിന്നീട് മടങ്ങി വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ്. അത് എത്രയേറെ അവരുടെ പ്രിയപ്പെട്ടവർക്ക് ആഘാതമുണ്ടാക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. സാധാരണക്കാരായ ആളുകൾ, ഗ്രാമീണ പ്രദേശത്തെ ആളുകൾ എന്നൊക്കെയുള്ള വൈകാരിക അടുപ്പം ഇവർ തമ്മിലുണ്ടാവും. അതും ഈ സങ്കട കാഴ്ചകൾക്ക് കാരണമാവുകയാണ്. നിരവധി ആളുകളാണ് രാധയെ കാണാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ബന്ധുക്കൾ ഉൾപ്പെടെ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ പഞ്ചാരക്കൊല്ലി വിഭാഗത്ത് കൂടുതൽ, ഈ പ്രദേശത്തുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ ഏറെയും. ഇവർ മിക്കവാറും ബന്ധുക്കളുമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധു തന്നെയാണ് ഇങ്ങനെ മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവരെ കാണാൻ കൂടിയാണ് ദൂരദേശങ്ങളിൽ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്നത്. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിലെ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ സംസ്കാര ചടങ്ങുകൾ 11 മണിയോടെ തന്നെ നടത്തണം എന്ന് തന്നെയാണ് വീട്ടുകാർ നേരത്തെ സൂചിപ്പിച്ചത്. അത്തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ബന്ധുക്കളും നാട്ടുകാരും കണ്ടു കഴിഞ്ഞാൽ ഉടനെ മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കി സംസ്കാരം കാര്യങ്ങളിലേക്ക് കടക്കുക എന്നതാണ് എന്ന് നേരത്തെ തന്നെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സൂചിപ്പിച്ചിരുന്നു.
ഇപ്പോൾ കടുവയാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കാണുകയാണ്. പഞ്ചാരക്കൊല്ലിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ രാധയുടെ വീട്ടുമുറ്റത്ത് തയ്യാറാക്കിയ താൽക്കാലിക പന്തലിൽ മൃതദേഹം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കാണാൻ വേണ്ടിയും ആണ് കിടത്തിയിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുക. അതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് നടക്കും. പുരയിടത്തിൽ തന്നെയാണ്, വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുക. എന്തായാലും പ്രദേശത്തെ ആകെ ആശങ്കയിലും ഞെട്ടലിലും ആഴ്ത്തിക്കൊണ്ടാണ് രാധയ്ക്ക് ഇത്തരത്തിൽ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. സാധാരണ പോലെ തന്നെ കൂലിത്തൊഴിലാളിയാണ്. കാപ്പിത്തോട്ടത്തിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയതാണ്. ഈ കാപ്പിത്തോട്ടത്തിന് സമീപമൊക്കെ തന്നെ വീടുകളുള്ള ഇടവും കൂടിയാണ്. സാധാരണ കഴിഞ്ഞ ദിവസമൊക്കെ കാപ്പി പറിച്ച തോട്ടത്തിന് സമീപം മറ്റൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിലേക്ക് പോകും വഴിയാണ് ഭർത്താവ് അച്ചപ്പൻ വനംവകുപ്പ് വാച്ചറാണ്. അദ്ദേഹം രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇവരെ അവിടെ പണിയിടത്തിൽ കൊണ്ട് ഇറക്കി വിട്ട ശേഷം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ മൃതദേഹം കാണാനെത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്കാര ചടങ്ങുകൾ ഉടനടി ഉണ്ടാകുമെന്നുള്ളതാണ്. പഞ്ചാരക്കൊല്ലിയിലെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കരിക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.